ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ മാതാവിന്റെ വണക്കമാസമാണ് മെയ് മാസം. മാതാവിനോടുള്ള ഭക്തിയിൽ വളരുവാനും വിശ്വാസ ജീവിതത്തിൽ മാതാവിനെ അനുകരിക്കുവാനും ഈ മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മെയ് മാസത്തിൽ ഹൈദരാബാദ് റീജിയണിലെ മാതൃജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ദിവസവും ചെറിയ ഒരു വചന സന്ദേശം നൽകുവാനായി മാതൃജ്യോതി അംഗങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് വളരെ അഭിനന്ദനാർഹമാണ്. അവർക്ക് ഞാൻ പ്രാർത്ഥനാപൂർവകമായ മംഗളങ്ങൾ നേരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം, പരിശുദ്ധ അമ്മ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. പരിശുദ്ധ അമ്മ സഹായിച്ചത് മറ്റുള്ളവർ വന്ന് സഹായം ചോദിച്ചപ്പോഴല്ല, മറ്റുള്ളവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് ചെന്ന് സഹായം ചെയ്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ വചനത്തിൽ എലിസബത്ത് അമ്മയുടെ അടുത്തേക്ക് പോകുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ എലിസബത്ത് അമ്മ വിളിച്ചിട്ടില്ല. ആരും പരിശുദ്ധ അമ്മയോട് എലിസബത്ത് അമ്മയ്ക്ക് സഹായം ആവശ്യമുണ്ട്, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. ഗബ്രിയേൽ ദേവദൂതന്റെ സംസാരത്തിൽ നിന്ന് എലിസബത്ത് അമ്മ ഗർഭവതിയാണെന്ന കാര്യം അറിഞ്ഞ് എലിസബത്ത് അമ്മയ്ക്ക് സഹായം ആവശ്യമുണ്ടാകാം എന്ന് കരുതി അങ്ങോട്ട് പോയി സഹായിക്കുകയാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ വീഞ്ഞില്ല, ഞങ്ങൾക്ക് സഹായം ചെയ്യണമെന്ന് ആരും പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നില്ല, സഹായം അഭ്യർത്ഥിക്കുന്നില്ല. പരിശുദ്ധ അമ്മയാണ് മുൻകൈയെടുത്ത് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞ് അവരെ സഹായിക്കാനായി യേശുവിനോട് ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവർക്ക് സഹായം ആവശ്യമാണെന്ന് കണ്ടപ്പോൾ അവർ ചോദിക്കാതെ തന്നെ അവർക്ക് സഹായം ചെയ്തു കൊടുത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ക്രൈസ്തവർക്ക് അനുകരിക്കാവുന്ന ഒരു വലിയ മാതൃകയാണ് ഇത്. മറ്റുള്ളവർ എന്നോട് സഹായം ചോദിച്ചാൽ ഞാൻ ചെയ്യാം, മറ്റുള്ളവർ എന്റെ അടുത്ത് വന്ന് അഭ്യർത്ഥിച്ചാൽ ഞാൻ ചെയ്യാം എന്നല്ല ഒരു ക്രിസ്ത്യാനി കരുതേണ്ടത്. നമ്മൾ കരുതേണ്ടത് മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കാതെ തന്നെ അവർക്ക് സഹായം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും ആ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് മാതൃക എടുക്കാം. ആ മാതൃകയനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാപിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.